ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുത്തുമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം എനിക്ക് ഓഫാണ്, യേശുവിന് ഡ്യൂട്ടിക്ക് പോകണം. ഞങ്ങൾ രാവിലെ അവിടെ പോയി ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് യേശു ഡ്യൂട്ടിക്ക് പോകും. എന്നിട്ട് വൈകിട്ട് 7:30-ക്കൊക്കെയാണ് പ്രോഗ്രാം. അപ്പോഴത്തേക്ക് തിരിച്ചു വരും. അപ്പം അതാണ് പ്ലാൻ. അപ്പം നമുക്ക് വേഗം പോകാം. അങ്ങനെ ഞങ്ങൾ ഷാർജയിലെത്തി. ഇനി നാഥൻ്റെ റൂമിലോട്ട് പോവുകയാണ്. ഇപ്പം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് നീ ഗിഫ്റ്റ് കൊടുക്കണം, ഞാൻ ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനെയുള്ള തർക്കത്തിലാണ്. ഞാൻ പറഞ്ഞു ഇച്ച് കൊടുക്കണം, ഇച്ച് പറഞ്ഞു ഞാൻ കൊടുക്കണം, ഞാൻ വീഡിയോ എടുത്തോളാം, നീ കൊടുത്താൽ മതി. അങ്ങനെ ഇതാണ് ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി മേടിച്ച സൈക്കിൾ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞങ്ങൾ ഇങ്ങനെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ മുത്തുവിയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാം. വെളിയിലോട്ട് ഇറക്കണ്ട, വെളിയിലോട്ട് കഴിക്കാം. എടുക്ക്. തുറന്നാ മതി, വേണ്ട. ആ തുറക്ക്, തരുള്ളൂ. ബാറ്ററി ഇടണം, ബാറ്ററി ഇടണം. ചുമ്മാ കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുക്ക, അത് മാത്രം എടുക്ക, ബൊമ്മ മാത്രം ഇടാം. ആ അത് ശരി, ഇവിടെ 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 ഫോട്ടോ എടുക്കാനാ. റെനീറ്റ 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 ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ റെനീറ്റ. ചുമയോട് അങ്ങനെ പാവി ഒരു പരുവ് ആക്കിയപ്പോഴത്തേനും അവൾക്ക് വിശന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നേരെ ബലൂൺ വീർപ്പിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. ഇവളെ കൊണ്ട് ബലൂൺ വീർപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒന്നും പറയണ്ട, ഒരു ബലൂൺ വീർപ്പിക്കാൻ പെടുന്ന പാട്. ഈ പ്രശ്നം ഞാനവിടെ വീഡിയോ എടുക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളെന്തോ ആ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക. ഇതെന്താ സംഭവം? അവൾ മാക്സിമം വന്ന് ആ ഫോൺ എങ്ങനെയും എടുക്കണം. ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ എങ്ങനെയും അവൾക്ക് എടുക്കണം. അതാണ് അവൾ. മുത്തുമണിയെ കാണുന്നു അതിനകത്ത്. നീ മേടിച്ചില്ലല്ലോ. ഞാനേ പെട്ടില്ല, മേടിച്ചില്ല. എന്ത് പാടാണെന്ന് ഓതി വീർപ്പിക്കാൻ. പണ്ടൊക്കെ ആകൊണ്ട് നമ്മളിങ്ങനെ ഓതി വീർപ്പിക്കാം. പുരോഗമിച്ച് വരുന്തോറും നമുക്കതൊന്നും വയ്യല്ലോ. അങ്ങനെ 1-2 ബലൂണൊക്കെ ഞാൻ ഓതി വീർപ്പിച്ചു. പിന്നെ ഞാൻ മടുത്തു. പിന്നെ അവളുടെ കയ്യിൽ സാധനം മേടിച്ചു, ബലൂൺ വീർപ്പിച്ചു. പിന്നെ നമ്മുടെ ഈ ഡോള് ബാറ്ററി ഇടുന്നതല്ല, ചാർജ് ചെയ്യുന്ന ഡോളാണ് ഗൈസ്. ഞങ്ങൾ തിരിച്ചു ബാറ്ററി ഇടണമെന്നു, ചാർജ് ചെയ്താൽ മതി. പിന്നെ ബലൂൺ വീർപ്പിയിലൊക്കെ അവിടെ നിർത്തി അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ കുളിപ്പിച്ചു. അങ്ങനെ അവളെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിൽ വന്ന് എല്ലാം പറക്കിയെടുത്ത് ഹാളിൽ വന്ന് അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ചേർന്ന് വീർപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ ഒരാൾ ഒരു സൈഡിൽ നിന്ന് വീർപ്പിക്കുന്നു, ഒരാൾ ഒരു സൈഡിൽ നിന്ന് കെട്ടുന്നു. അങ്ങനെയൊക്കെ ഇനിയുള്ള ബലൂൺ വീർപ്പിക്കൽ പരിപാടി നീതു ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ മടുത്തു. ഇനി അവൾ ബലൂൺ വീർപ്പിക്കും, അതിനുശേഷം ഞാൻ കെട്ടിക്കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്തു പരിപാടികളൊക്കെ. കാണുമ്പോൾ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല ഈ ബലൂണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്. നല്ല പാടാണ്. കുറേ സമയം എടുത്ത് ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങളുടെ ബലൂൺ വീർപ്പിക്കുന്ന സാധനം കംപ്ലൈൻ്റ് ആയി. അതിങ്ങനെ അടിച്ചടിച്ച് അതങ്ങ് ഊരി വരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അത് വെച്ച് ചെയ്യും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഊതി വീർപ്പിക്കും. അങ്ങനെയൊക്കെയായി അവസാനം. എനിവേ ഞങ്ങൾ അറ്റ് ലാസ്റ്റ് എല്ലാ പരിപാടികളും പറ്റുന്നത് പോലൊക്കെ ബലൂണൊക്കെ വീർപ്പിച്ച് ഞങ്ങൾ പരിപാടി അവിടെ അവസാനിപ്പിച്ചു.
അവൾ അതിൻ്റെ ഇടയ്ക്ക് ഓടിച്ചാടി വിരവി കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബലൂണൊക്കെ കെട്ടി. അന്നേരം ബലൂൺ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓർത്തത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ലെറ്റേഴ്സില്ലേ, അത് വീർപ്പിച്ചില്ല എന്നുള്ളത്. പിന്നെ ആ പരിപാടി അവിടെ നിർത്തി വീണ്ടും വീർപ്പിക്കൽ പരിപാടിയിലേക്ക് കടന്നു. പിന്നെ ഞങ്ങളതെല്ലാം പെട്ടെന്ന് വീർപ്പിച്ച് സെറ്റാക്കി. ഫൈനൽ ഇങ്ങനെയായിരുന്നു. പക്ഷേ അവസാനം ബർത്ത്ഡേ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു ഗൈസ്. കാരണം ഞങ്ങൾ ഒട്ടിച്ചതൊക്കെ ഇളകി വന്നു. പിന്നെ ഞങ്ങൾ കുറേ ബലൂണോട് വീർപ്പിച്ച് സൈഡിലൊക്കെ വെച്ചു. ഞങ്ങൾ മോർണിംഗ് കൊടുത്ത സൈക്കിളിലൊക്കെ ബലൂണും സെറ്റ് ചെയ്ത് പാവേനേക്ക് ഇരുത്തി. അങ്ങനെ ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കിനും എല്ലാവരും ഒക്കെ എത്തി. പിന്നെ ഞങ്ങൾ നേരെ കേക്ക് മുറിക്കൽ പരിപാടിയിലേക്ക് കിടന്നു. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല കേക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ അവളെയും കൊണ്ട് കേക്കൊക്കെ മുറിച്ചു. കേക്കിൽ വെച്ചപ്പോഴേ അവൾ തോണ്ടി ഒരു എറി. അവളെ കയ്യിൽ പിടിച്ച് കേക്ക് മുറിക്കാൻ നല്ല പാടായിരുന്നു. ലാസ്റ്റ് കേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അവൾക്ക് ചെറുതായിട്ട് എളിയും കുറച്ച് കേക്കൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അമ്മച്ചി അവളെ അങ്ങ് എടുത്തു. അവൾ കയ്യിലിരിക്കുന്നില്ല. പിന്നെ ഓരോരുത്തരായിട്ട് കേക്ക് കൊടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ കേക്ക് കൊടുത്തപ്പോൾ ഒരല്പം കൂടിപ്പോയി. അതാണ് അമ്മച്ചി അവിടെ പറഞ്ഞ് ചിരിക്കുന്നത്. സാരമില്ല, ഇച്ചിരിയേ കൊടുത്തുള്ളൂ. ദെൻ അവളുടെ അങ്കിള് കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ മാറി മാറി കേക്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് മാറി മാറി ഫോട്ടോസൊക്കെ എടുത്ത് ലാസ്റ്റ് പിന്നെ ഫുഡാണല്ലോ മുഖ്യം. ഫുഡില്ലാതെ പിന്നെ എന്തല്ലേ. ആദ്യം നമ്മൾ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് സൂപ്പർ കേക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഫുഡെന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു. പിന്നെ നേരെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പരിപാടി അവിടെ അവസാനിപ്പിച്ചു. പിന്നെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഡെക്കറേറ്റ് ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ കഴിച്ചതിന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്.